നമസ്കാരം. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പട്ടാള വേഷത്തിൽ സന്ദർശനത്തിനെത്തിയ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാലിനെ അപമാനിച്ചുകൊണ്ടൊരു യൂട്യൂബർ, ജു വർഗീസ് എന്നോ മറ്റോ പേരുള്ള ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വഴി ചീത്ത വിളിച്ചു. അദ്ദേഹത്തിന് പരാതി കൊടുത്തു. അദ്ദേഹം ജയിലിലായി. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് ഈ യൂട്യൂബറെ മുൻകാല വീഡിയോസ് ഒന്ന് കയറി നോക്കിയപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു. എന്തിനാണ് ഇത്രയും വിദ്വേഷത്തോടെ ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന നടനെ കോർണർ ചെയ്തുകൊണ്ട് ഒരാൾ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്? എന്തൊരു വ്യക്തിവിരോധത്തിനാൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിനോട് ഇങ്ങനെ വ്യക്തിവിരോധം തീർക്കുന്നത്? തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ വിളിക്കാവുന്നതിൻ്റെ, ഒരു മനുഷ്യനെ അപമാനിക്കാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അപമാനമാണ്. വ്യക്തിപരമായിട്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സമൂഹത്തിൻ്റെ രണ്ട് തട്ടിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഈ യൂട്യൂബറും ശ്രീ മോഹൻലാൽ. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിന് മോഹൻലാലിനോട് എന്തെങ്കിലും വിരോധം തോന്നേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വീഡിയോ കണ്ടപ്പോഴാണ് എന്തുമാത്രം വിഷത്തോടെയാണ്, അല്ലെങ്കിൽ മനസ്സിൽ എന്തുമാത്രം വിഷം നിറച്ചു വെച്ചാണ് ഈ മോഹൻലാലിനെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. പാരൻസ് കവറേജ് സ്വാഗതം. ചുള്ള ചായക്ക് ചുള്ള വാർത്തകൾ. ഇദ്ദേഹത്തിൻ്റെ മുൻകാല വീഡിയോ കാണുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോട്, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനോട് ഭയങ്കരമായ, വളരെയധികം കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയാൻ തക്ക വിരോധമുള്ളൊരു വ്യക്തിയാണ് ഈ യൂട്യൂബർ. അത്രയ്ക്കും അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലൂടെ ഇദ്ദേഹത്തിനെ അപമാനിക്കുന്നത്. ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ തെരുവിൽ കിടന്ന് കുരയ്ക്കുന്ന നായകൾക്ക് വെറുതെ കല്ലെടുത്തെറിഞ്ഞ് അവരെ പ്രകോപിപ്പിക്കേണ്ടെന്ന് കരുതി ആരും പ്രതികരിക്കാറില്ല. ഇദ്ദേഹം യൂട്യൂബിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഇടുന്നു. നല്ലൊരു ശതമാനം, ധാരാളം വ്യൂവേഴ്സും ഉണ്ട് ഈ യൂട്യൂബർക്ക്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ പുതിയ വീഡിയോകൾ ആളുകൾക്കിടയിൽ പ്രശസ്തമാവുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വളരെ മോശമില്ലാത്തൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഈ മോഹൻലാൽ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും, എന്നെ ചീത്ത വിളിച്ചിട്ടാണെങ്കിലും ഒരാൾ ജീവിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചീത്ത വിളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും. പക്ഷെ എന്നാലും ഒരു മദ്യമോ മയക്കുമരുന്ന്, ഇദ്ദേഹം കണ്ടിട്ട് മയക്കുമരുന്നിൻ്റെ ആളാണ്. മദ്യമോ മയക്കുമരുന്നും ഉപയോഗിച്ച് അടച്ചിട്ട മുറിക്കകത്തിരുന്ന് സ്വന്തം ഒരു ചെറിയൊരു ക്യാമറ വെച്ചിട്ട് ഈ ഒരു വ്യക്തിയെ, മോഹൻലാൽ എന്ന നടൻ പോകട്ടെ, ഒരു വ്യക്തിയെ എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? എന്തൊരു അധിക്ഷേപം ചൊരിഞ്ഞുകൊണ്ടുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്? എന്ത് മാനസിക വൈകല്യമാണ് ഇതിന് പിന്നിൽ? അദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹം മകനെ ജയിലിൽ സന്ദർശിച്ചിട്ട് പറയുന്നത് കേട്ടു, മകൻ ഹൃദ്രോഹിയാണ്. മകൻ ഹൃദ്രോഹി ആകണമെങ്കിൽ മകന് ഹൃദയം വേണ്ടേ? അമ്മയോടുള്ള എല്ലാ സ്നേഹവും കൊണ്ട് പറയട്ടെ, അമ്മയുടെ മകന് ഒരു ഹൃദയമില്ല. ഒരു വ്യക്തിക്ക് ഒരു അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ബഹുമാനിക്കുക. ഇത് ബഹുമാനിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപമാനിക്കുക. പക്ഷേ എല്ലാ അർത്ഥത്തിലും അമ്മയുടെ മകൻ ചെയ്യുന്നത് ഒരു വ്യക്തിയെ അപമാനിത്തതിൻ്റെ ഏറ്റവും താഴെപ്പടിയിൽ കൊണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ഇതിനെ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടയച്ചെന്നാണ് കേട്ടത്. ഒരു പക്ഷേ ചെയ്യേണ്ടത് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടയക്കല്ല ചെയ്യേണ്ടത്. ഒന്നുകിൽ മെൻ്റൽ അസൈലം പോലുള്ള ഒരു സ്ഥലത്ത് എത്തിക്കുക, അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിൽ മറ്റും മുക്തി നേടുന്ന റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ എത്തിക്കുക. അത് ഈ ശ്രീ മോഹൻലാൽ തന്നെ അങ്ങനെ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുക. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു വ്യക്തി, ഒരു വളരെ വികലമായ വ്യക്തിത്വമുള്ള ഒരാൾ സമൂഹത്തിലുണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇത് മയക്കുമരുന്ന് അടിയപ്പെട്ട് ചെയ്യുന്നത് ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ എത്തിച്ച് അദ്ദേഹത്തിനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ ഈ ലോകത്തിൽ അങ്ങയോട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന വ്യക്തി ഈ യൂട്യൂബർ തന്നെയാവും. കാരണം മയക്കുമരുന്നിന് അടിമയാണ്. ഇത് അദ്ദേഹത്തിനെ കണ്ടാലറിയാം, മദ്യവും മയക്കുമരുന്നിനും വളരെ ശക്തമായി അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീ മോഹൻലാൽ അങ്ങ് പോലെയുള്ളവർ ഇദ്ദേഹത്തിന് ഒന്ന് പറയുക, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇദ്ദേഹം ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ മറ്റേ എത്തിക്കുക, പഴയ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഈ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ജീവിതത്തിലേക്ക് ഇദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവട്ടെ. കാരണം സമൂഹം ഒരു വ്യക്തിയെ കാണുന്നത് എങ്ങനെയാണ്, എന്താണ് ഈ ഇദ്ദേഹത്തിനെ പോലുള്ളവരെ, എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ പോലുള്ളവരെ സമൂഹം കണക്കാക്കുക? ഒരു വളരെ അധമ സംസ്കാരത്തിൽപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ഈ വികലമായ വ്യക്തിത്വമുള്ളത്. മനോവൈകല്യം തന്നെ എന്ന് പറയാം. ഒരു വ്യക്തിയെ യാതൊരു കാരണവുമില്ലാതെ പിന്തുടർന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്ത് തരം മാനസിക രോഗമാണ്? ഒരു വ്യക്തിയെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ കണ്ടില്ല എന്നടിക്കുക. ഇത് മോഹൻലാൽ എന്ന് പറയുന്ന താരം ചെയ്യുന്ന എല്ലാം, അല്ലെങ്കിൽ വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പോയി ഫോളോ ചെയ്യുക, അത് കാണുക, അതിനെ വിമർശിച്ച്, അല്ലെങ്കിൽ വിമർശിക്കുന്നതിന് തീർച്ചയായിട്ടും വിമർശിക്കുന്നതിന് ആരോഗ്യപരമായ വിമർശനം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഏറ്റവും അധമമായ വാക്കുകളിലൂടെ ഒരു വ്യക്തിത്വത്തെ അപമാനിച്ച് അവഹേളിച്ച്
ഒരു യാതൊരു സംസ്കാരവുമില്ലാത്ത നിലയിലേക്ക് എത്തിക്കുന്ന ഇദ്ദേഹത്തിനെ പോലുള്ളവരുടെ സ്ഥാനം ഈ കൽത്തുറങ്കിൽ തന്നെയാണ്. അതല്ലെങ്കിൽ ഈ മെൻ്റൽ അസൈലം അല്ലെങ്കിൽ റീഹാബിറ്റേഷൻ സെൻറ്റർ പോലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ഇങ്ങനെ മനോവൈകല്യമുള്ളവരെ എത്തിക്കുക, മുടിയും ഒക്കെ മുറിച്ച് ഒരു നല്ലൊരു വ്യക്തിയെ സമൂഹത്തിന് വളരെയധികം ഉപയോഗമൊന്നുണ്ടെങ്കിലും സമൂഹത്തിൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാതിരിക്കാനെങ്കിലും കഴിയുന്ന വ്യക്തികളായിട്ട് മാറ്റാൻ നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസിനോ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മനോരോഗികളെ റീഹാബിറ്റേഷൻ സെൻ്ററിലേക്ക് എത്തിക്കുക. അവർ ഭാവിയിലെങ്കിലും നല്ലൊരു സമൂഹത്തിൻ്റെ ഭാഗമായി തീരട്ടെ. പാരൻസ് കമ്മിൽ വീണ്ടും കാണാം. ചൂടുള്ള ചായ.